ശ്രീ ജിജി ജോസഫ്, ബി.ജെ.പി. പ്രതിനിധി ശ്രീ ജിജി ജോസഫ്, ഇപ്പോൾ മോദി പോലും ശൈലി മാറ്റിയിരിക്കുന്നു, എന്നിട്ടും എന്താണ് പിണറായി വിജയൻ മാറ്റാത്തത് എന്നതാണോ നിങ്ങളുടെ ആലോചന? ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞതിനെക്കുറിച്ച് എന്തിനാ ചർച്ച നടത്തുന്നതെന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. കാരണം ഇദ്ദേഹം എന്നും പൊതുസമൂഹത്തോട് പ്രവർത്തിച്ചിട്ടുള്ളത്, പൊതുസമൂഹത്തിൽ പെരുമാറിയിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ്. അത് നേരത്തെ പറഞ്ഞ എത്രയോ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു പുതിയ കാര്യമായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ തിരുമേനി ഈ സമയത്താണോ പറയേണ്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. കാരണം ബി.ജെ.പിക്ക് 2 അക്കം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അതിൽ 0 അവിടെ ഉണ്ടാവും, അതുപോലെ തന്നെ വേറൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിൻ്റെ അതിൽ നിന്നുണ്ടായ ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്ന സമയത്താണ് അടുത്ത ആൾ കൊണ്ടുവരുന്നത്. വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് നടക്കുമ്പോൾ ഇത് അനുവദിച്ചു കൊടുത്താൽ ഇതിനേക്കാട്ടിലും വലിയ ശക്തമായ വിമർശനങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളതറിയാം. അതുകൊണ്ട് അതൊന്ന് തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ രീതിയിൽ പെരുമാറിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് പുതിയ കാര്യമൊന്നുമില്ല. ഇദ്ദേഹം ഈ പത്തനംതിട്ട ജില്ലയിലായതുകൊണ്ട് ഈ തിരുമേനി ഇങ്ങനെയൊക്കെ അങ്ങ് രക്ഷപ്പെട്ടു പോയി. വല്ല കണ്ണൂരൊക്കെ ആണെങ്കിൽ ഇതല്ല, ഇതിൻ്റെ അപ്പുറം സംഭവിച്ചേനെ. അവരുടെ ശൈലി അങ്ങനെയാണ്, അത് മനസ്സിലാക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എല്ലാവരും അലോഷിയെ പോലെ 100 പൂക്കളെ എന്നുള്ള പാട്ട് പാടിക്കൊണ്ടിരിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. തോറ്റാലും ജയിച്ചാലും ധാർഷ്ട്യമാണ്. ഈ ധാർഷ്ട്യത്തിനുള്ള മറുപടിയാണ് അവിടെ ബി.ജെ.പി. 11 മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം നേടുമ്പോഴും പറയുന്നത്. അത് ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാരുടെ മണ്ഡലത്തിൽ പോലും ഞങ്ങൾ ഭൂരിപക്ഷം നേടുമ്പോൾ പറയുന്നത് അത് കോൺഗ്രസിൻ്റെയാണെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് പൊതുസമൂഹം നൽകിയ വോട്ടിനെ കുറിച്ച് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇപ്പോൾ ചിലർ പറയുന്ന സുരേഷ് ഗോപി സിനിമാ നടനായതുകൊണ്ടാണ്. സിനിമാ നടനതിന് ഇപ്രാവശ്യമാണ് സിനിമാ നടനായത്. 2 പ്രാവശ്യമായിട്ട് അദ്ദേഹം അവിടെ പരാജയപ്പെട്ടല്ലോ. അപ്പോൾ ഇതൊക്കെ പല രീതിയിലും കേരളത്തിലെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുമ്പോൾ ചില വിമർശനങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടാകും. ഇത് മാത്രമേ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇദ്ദേഹം പ്രത്യേകിച്ച് നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളാണ്, ഇദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ വന്നത് വലിയ കഷ്ടമായിപ്പോയി, ഒരു നാക്കുപിഴ സംഭവിച്ചതാണ് എന്ന് മാധ്യമങ്ങൾ കൊണ്ടുവരുന്നതിൽ ഒരു കാര്യമില്ല. ഇദ്ദേഹത്തിൻ്റെ ശൈലിയാണിത്. ഇതിൻ്റെ മറുപടിയാണ് ജനങ്ങൾ കൊടുത്തത്. അതുപോലെ തന്നെ ഒരു വിഭാഗത്തെ മാത്രമാണല്ലോ ഇങ്ങനെ പറയുള്ളൂ. സമസ്ത പറഞ്ഞല്ലോ, മിണ്ടത്തില്ല. പക്ഷെ അത് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ വലിയ കുഴപ്പക്കാരാവും. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഇദ്ദേഹം ഇതുപോലെ തന്നെ പ്രതികരിക്കും. ഇത് ജനങ്ങൾ തിരിച്ചറിയും. ആ തിരിച്ചറിവ് പിന്നീട് ഭാരതീയ ജനതാ പാർട്ടിയെ പോലുള്ള പാർട്ടിക്ക് ജനങ്ങൾ അംഗീകാരം തരുന്ന രീതിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.